ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനഘയെ അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകളെല്ലാം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. മരിച്ചെന്ന് വിചാരിച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്. ICU കയറ്റി കഴിയുമ്പോഴത്തേന് ഒരാൾ പറയുന്നുണ്ട്, മരിച്ചതാ, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നേ ഉള്ളെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ആ കിളവനെ അങ്ങ് വിളിച്ച് കാര്യം പറഞ്ഞേക്കാമെന്ന് പറയും. എന്നിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ മുത്തശ്ശനെ. അന്നേരം മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കാണിക്കുന്നു. പിന്നീട് ഗുണ്ടകളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴത്തേന് ഡോക്ടർ ഇറങ്ങി വരുമ്പോഴത്തേന് ഇവർ ചോദിക്കും, എങ്ങനെയുണ്ട് ഞങ്ങളുടെ അനക്കമൊക്കെന്ന്. ചെറിയൊരു അനക്കമുണ്ട് എന്ന് പറയും. പിന്നെ ഏത് നിമിഷം ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ആ കുട്ടി എന്ത് ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കും. അവൾ വീട്ടിലുണ്ട് ഡോക്ടറെ, മോക്ക് എങ്ങനെയുണ്ടെന്നൊക്കെയാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെച്ച് ഡോക്ടർ അങ്ങ് പോകും. അന്നേരത്തേനുടനെ അതിലൊരാൾ ചോദിക്കും, ഇനി നമുക്ക് അഭിസാറിനെ ഒന്ന് വിളിക്കേണ്ടത്, ഈ മരിച്ചു പോയെന്നല്ലേ അഭിസാറിനോട് പറഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പം മരിച്ചില്ല എന്ന് വിളിച്ച് പറയാൻ പറ്റുമോ, സാറിനെ ബഹളം വെച്ചാലോ, അതുകൊണ്ട് നമുക്ക് ഒന്നും പറയണ്ടെന്ന് പറയും. ഇത്രയും കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ അവിടെ നിന്ന് ഓർക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അഭി ഉടനെ ആ ഏർപ്പാട് ചെയ്ത ആൾക്കാരെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. ആദർശിൻ്റെ ഫോട്ടോ മുത്തശ്ശനെ കാണിക്കാൻ പറഞ്ഞ് ഉടനെ അതിലൊരാൾ പറയും, സാറേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഈ ഫോട്ടോസ് കാണിക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് മുത്തശ്ശനും ആദർശവും ഒക്കെ ഞെട്ടുന്നുണ്ട്. ഉടനെ ആദർശനോട് മുത്തശ്ശൻ ചോദിക്കും, എന്താ ആദർശ ഇതെന്ന്. എനിക്കറിയത്തില്ല മുത്തശ്ശൻ, ഞാൻ ഈ പെൺകുട്ടിയെ അറിയത്തില്ല, ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കുട്ടിയെ കാണുന്നത് തന്നെ എനിക്കറിയത്തില്ലെന്ന് പറയും. ഉടനെ അവർ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാകുന്നത്, അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുന്ന കാര്യമാണോ, നിങ്ങൾ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ജുവലറിയുടെ MD ആണ്, ആ MDക്ക് ഇതുപോലൊരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകുകയല്ലേ, നിങ്ങളുടെ കമ്പനിക്ക് അതൊക്കെ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ മുത്തശ്ശൻ പറയും, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട, എൻ്റെ കൊച്ചുമാനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, അവനൊരു തെറ്റ് ചെയ്യുകയില്ലെന്നറിയാം, പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം എന്ന് പറയും. അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ അവരെ സമാധാനിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് ഉടനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണ്. എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഓടി വന്ന് പറയും, അച്ഛാ എന്ന് പറഞ്ഞ് ആദർശിൻ്റെ കയ്യിലാണ് പിടിക്കുന്നത്. എന്നിട്ട് പറയും, അച്ഛാ ഞാനിവിടെ തന്നെയല്ലേ, ഇനി എന്നെ കൂടെ കൊണ്ടുപോകും അച്ഛാ എന്ന് പറഞ്ഞാണ് വിളിച്ച് കരയുന്നത്. അത് കാണുമ്പോഴത്തേനും മുത്തശ്ശൻ പറയും, ഈ കൊച്ചിനെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പറയും, ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഒരു കൊച്ചല്ലേ, അതിനെ അങ്ങനെ ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകാമെന്ന് പറയും. ആദർശ് പക്ഷേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടിയെ നോക്കിക്കണമെന്ന് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പല കുട്ടികളെ ഇതുപോലൊക്കെ നോക്കുന്ന ഇതിനൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ ഏർപ്പാട് ചെയ്യാം, ഈ കുട്ടിയെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറയും. അതെങ്ങനെയാണ്, സാറിൻ്റെ കുട്ടിയല്ലേ, സാറിൻ്റെ കുട്ടി ഇങ്ങനെ അനാഥരെ പോലെ ജീവിക്കേണ്ടതല്ലല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കമ്പനി ആകെ നാറുകയല്ലേ എന്നൊക്കെ ചോദിക്കും. ഉടനെ മുത്തശ്ശൻ പറയും, സോഷ്യൽ മീഡിയയുടെ കാര്യമൊന്നും നിങ്ങൾ പറയേണ്ട, അതൊക്കെ നോക്കാൻ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഈ കുട്ടിയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ടത്തേന് മുത്തശ്ശൻ പിന്നെ അവസാനം ഈ കുട്ടിയെ കൊണ്ടങ്ങ് പോരുകയാണ്. അന്നേരം ആദർശന് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടിയിലിരിക്കുന്നത്. അഭി എന്നിട്ടങ്ങ് അഭിനയിക്കുകയാണ്. എന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പനിക്ക് ആകെ പ്രശ്നമാകില്ലേ മുത്തശ്ശ, അതുകൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറയും. അന്നേരം വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേന് അഭി പറയുന്നുണ്ട്, മുത്തശ്ശ ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടിയുടെ അച്ഛൻ ആദർശേട്ടനല്ല ഞാനാണെന്ന് വേണമെങ്കിൽ ഏക്കാമെന്ന് പറയും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കേൾക്കുന്നതെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അതല്ല ആദർശേട്ടൻ്റെ പേര് കളങ്കപ്പെടുന്നതൊന്നും എനിക്ക് സഹിക്കത്തില്ല, അതുകൊണ്ട് വീട്ടിലുള്ള എൻ്റെ അമ്മയോട് വരെ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ആദർശനോടെ പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടിയെ കൊണ്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നയനെയും അമ്മയൊക്കെ എന്ത് വിചാരിക്കും, വീട്ടിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ, അതുകൊണ്ട് അതിനൊരു സൊല്യൂഷനായിട്ട് ഞാനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. ഉടനെ ഈ കുട്ടിയുടെ മനസ്സിൽ ആദർശാണല്ലോ അച്ഛൻ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നമുക്ക് പോകുന്ന വഴിക്ക് തിരുത്താം എന്ന് പറഞ്ഞാണ് വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് അഭി എല്ലാവരെയും സമ്മതിപ്പിക്കുന്നത്. മുത്തശ്ശന് അത്ര സമ്മതമൊന്നും അല്ലെങ്കിലും പക്ഷേ അഭി ഓരോന്ന് കള്ളത്തരം ഇങ്ങനെ പറഞ്ഞ് ഇവരെ അങ്ങ് സമ്മതിപ്പിക്കുകയാണ്. വണ്ടിയെ കയറി കഴിയുമ്പോഴത്തേന്
ആ കുട്ടിയോട് അഭി പറയുന്നുണ്ട്, മോടെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ, തെറ്റിപ്പോയതാ, മോടെ അച്ഛൻ ഇതല്ല ഞാനാണെന്ന് പറയും. അല്ല, എൻ്റെ അച്ഛൻ ഇതാണെന്ന് പറഞ്ഞ് ആദർശിനെ തന്നെയാണ് ആ കുട്ടി നോക്കുന്നത്. അപ്പം അഭി പറയും, അങ്ങനെയല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ കുട്ടി വിശക്കുന്നുണ്ടെന്ന് പറയും. എന്നാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി വല്ലതൊക്കെ കഴിച്ചേച്ച് പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര താലോലിപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ. എന്നിട്ട് പറയും, എന്തായാലും നമുക്ക് ഇനി അവളുടെ ശവോടെ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അത് ശ്മശാനത്തിലേക്ക് പോകാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് ശരിയാ എന്ന് പറയാം. ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ മുത്തശ്ശന്ന്? അത് വേണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അന്നേരത്തേന് പറയും, അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ എന്നത്തെയും പോലെ തന്നെ പ്രതിമയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നവ്യ കരഞ്ഞുകൊണ്ട് വരുന്നത്. അമ്മ, എനിക്ക് വയറിനകത്ത് ഭയങ്കര വേദനയുണ്ടെന്നൊക്കെ പറയും. എന്നാൽ മോളെ, നിനക്ക് വേദനയുണ്ട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നവ്യ പറയും, വേണ്ട അമ്മയെ, നമുക്ക് അഭി വന്നിട്ട് പോകാമെന്ന്. അവൻ വരുന്നോടം വരെ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ മോളെ, നമുക്ക് ഈ വേദന വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോകാം, ആശുപത്രി പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവ്യയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കനകയും ഗോവിന്ദനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.